അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളെ ചാനലിൽ കുറച്ച് ദിവസമായില്ലേ വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു കുട്ടി മിനി വ്ളോഗ് പോലത്തെ ഒരു വ്ളോഗാണ്. കാര്യം നമ്മളെ ഫാമിലിയിൽ ഒരു കുടിയിരിക്കൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ മേടിക്കാം, അതായത് നമ്മൾ എന്തെങ്കിലും കൊടുക്കണമല്ലോ, ലൈക്ക് ഒരു പ്രസൻറ്റേഷൻ പോലെ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി ഞാനും അച്ഛനും കൂടി മഞ്ചേരിയിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ അമ്മ ഈ ബസ്സിലുണ്ട്, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അതാ ഈ ബസ്സിൽ ഇപ്പം എത്തും ഗൈസ്. അപ്പം ഞങ്ങൾ ഇത്രയും നേരം അമ്മാനെ കാത്തു കഴിഞ്ഞു. നിമ്മ വന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഒന്ന് പോയി നോക്കണം. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് മേടിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഇതാ ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ പോവാണ് കേട്ടോ. മൈജിക്കാണ് പോകുന്നത്. കച്ചേരിപ്പടിയാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് മൈജിക്ക് പോവാണ്. മഞ്ചേരിക്കാണ് കേട്ടോ സുഖം മലപ്പുറത്തേനെക്കാട്ടും. അങ്ങനെ ഇതാ നമ്മൾ മൈജിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കയറി നോക്കി. അപ്പോൾ ഈ ഹോം അപ്ലയൻസ് അല്ല നാക്കുമായിരുന്നു ഗൈസ്. ഹോം അപ്ലയൻസസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ടി വി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് എന്തെങ്കിലും ആണ് കൊടുക്കാനുള്ള ആഗ്രഹിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് മേടിച്ചത് എയർ ഫ്രയർ ആണ് കേട്ടോ. അതായത് ഓയിലില്ലാണ്ട് നമുക്ക് ബോയിലിങ് അതുപോലെ തന്നെ ഫ്രൈയിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റമാണ്. പിന്നെ അത് അമ്മച്ചിക്ക് മൊബൈൽ കവർ നോക്കുകയാണ് കേട്ടോ. മൊബൈൽ കവർ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാനും എൻ്റെ ഐഫോണിന് കവർ നോക്കിയിട്ടുണ്ടായിരുന്നു, അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ ഗിഫ്റ്റൊക്കെ ഓയിൽ റാപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മഞ്ചേരി മൈജിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ നടക്കുന്ന വഴിയിൽ ഞാൻ ഈ ഒരു കട കണ്ടു കേട്ടോ. അപ്പം എനിക്ക് ഈ ചക്കപ്പൊരി, പൂളപ്പൊരി, അതുപോലെ തന്നെ പൂളനുറുക്ക് കാര്യങ്ങളുടെ ഒക്കെ ഭയങ്കര ആർത്തിയാണ്. അപ്പം ഞാൻ ഒരു 20 രൂപയ്ക്ക് ഈ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് നടക്കുമ്പോൾ തിന്നാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞങ്ങളൊരു ക്ലോത്തിൻ്റെ ഷോപ്പിൽ കയറിയിട്ടോ ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കൊരു സിമ്പിളായിട്ടുള്ള ടോപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ഗൗണ് പോലത്തെ എന്തെങ്കിലും ഉടുക്കാന്നുള്ളത് കണ്ടപ്പോൾ. കാരണം അടുപ്പിച്ച് നമുക്ക് ഫംഗ്ഷനാണ്. അപ്പം തന്നെ ഇങ്ങനെ ഇട്ടിട്ട് മടുത്ത്. ഞാൻ അങ്ങനെ എപ്പോഴും ഡ്രസ്സ് എടുക്കുന്ന ഒരാളല്ല കേട്ടോ. ഇപ്പോൾ ക്ലാസ്സൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഡ്രസ്സ് എടുക്കലുള്ളൂ. ഇപ്പോൾ അടുപ്പിച്ച് ഞാൻ 3-4 കൂട്ടം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാസം നമുക്ക് ഫുള്ള് പ്രോഗ്രാമാണ്. ഇനി അടുത്ത മാസം നമുക്ക് ഫുള്ള് പ്രോഗ്രാമാണ്. അപ്പോൾ എല്ലാത്തിനും കൂടിയിട്ട് ബാലൻസ് ചെയ്യുന്നില്ല. തന്നെ നമ്മൾ കുറേ വട്ടം ഇട്ടിട്ട് പഴകി ഒരുപാട് ഡ്രസ്സ് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഞാൻ വേറെ എടുക്കുക. കുറേ പേര് കമൻറ്റ് ഇടുന്നുണ്ട് കേട്ടോ, ഈ പൈസ എടുത്തുവെച്ചാൽ നിങ്ങൾക്കൊരു വീട് കെട്ടിക്കൂടെ എന്നൊക്കെ. എന്താ ബ്രോ അങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇമ്മച്ചിക്ക് ഇന്നലെ ഒരു ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ഇമ്മച്ചിയും കൂടി ഒരു ട്രയൽ ഷോപ്പ് കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ കടയിൽ നിന്ന് ഡ്രസ്സ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കട അടക്കുന്നതിന് മുന്നേ അമ്മാൻ്റെ കഴിഞ്ഞിട്ട് എനിക്ക് നോക്കാമെന്നുള്ളത്. മറ്റേ ഉമ്മച്ചി വെറുതെ കിടന്ന് പ്രഷറാവും. ഉമ്മച്ചിൻ്റെ കഴിഞ്ഞിട്ടില്ല, ഉമ്മച്ചിൻ്റെ കഴിഞ്ഞ ഉമ്മച്ചി മുണ്ടാവിടെ ഇരുന്നോളും. അങ്ങനെ ഇപ്പം തന്നെ എനിക്ക് മൈഗ്രൈൻ്റെ തലവേദന നൽകിയിട്ട് ഞാൻ ആകെ പണിയായി കുത്തിർക്ക് കേട്ടോ. അങ്ങനെ ആ മഞ്ചേരിയിൽ വേറൊരു ഷോപ്പ് കയറിയപ്പോൾ എനിക്ക് ഈ ഒരു സെറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താ അറിയില്ല, ഭയങ്കര ഇഷ്ടപ്പെട്ട്. ലൈക്ക് ഇത് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ നേരിൽ കാണുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ മേടിച്ചതാണ്. ഇതല്ല, മറ്റേതാണ് കേട്ടോ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് തന്നെ നാളെ ഇൻഷാ അല്ലാഹ് ഞാൻ ഇട്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിങ്ങനെ ഒരു ഉള്ളിലൊരു വൈറ്റ് ഷർട്ട് വന്നിട്ട് പുറത്തൊരു ഡെനിം ക്ലോത്താണ്. പിന്നെ അമ്മ ഈ ഒരു ഗൗൺ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മഞ്ചേരിയിൽ ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ എല്ലാ സാധനത്തിനും. അങ്ങനെ നമ്മളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ ഒരു 9 മണി ആയപ്പോക്കിന് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, നേരം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാഴ്സൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. പാഴ്സൽ നെയ്ച്ചോറും ചിക്കൻ പീസും അങ്ങനെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് സിമ്പിളായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു പോണ വഴിക്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ ഫാമിലിയിൽ ഒരു അംഗമാവാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഉമ്മ.